ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നലെ തിരുവോണ ദിവസത്തിന് എന്റെ വീട്ടിൽ എന്തൊക്കെ നടന്നോ നിങ്ങൾ കണ്ടില്ലേ? അപ്പൊ ഇന്ന് എന്തൊക്കെ നടക്കുന്നത് നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പൊ ഇന്ന് അവിട്ട ദിവസം. അപ്പൊ ഈ അവിട്ടത്തിന് നിങ്ങൾ എല്ലാവരും കൂടെ ഹൃദയപൂർവ്വം കാണാൻ പോകുന്നുണ്ട്. അതിനൊപ്പം ഇന്നത്തെ ഡേയിൽ എന്തൊക്കെയാണ് നടന്നത് നമുക്കൊന്ന് അറിഞ്ഞു വന്നാലോ? ഇതൊക്കെ എൻ്റെ അമ്മയുടെ പരിപാടിയാണ്. അപ്പോൾ അമ്മ രാവിലെ തന്നെ ഇട്ട് പൂക്കളൊക്കെ ഇട്ടു. പിന്നെ ഒരു ഉച്ചയ്ക്ക് 1:30 ആകുമ്പോൾ ഞങ്ങൾ സിനിമയ്ക്ക് പോകണമെന്ന് വിചാരിച്ചു. അപ്പം ഇത് കേമാളാണ് കേട്ടോ, ഇവിടെ കക്കറ്റിൽ. അപ്പം ഞാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പം അവിടെ ഇളയച്ചനും മക്കളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ അടുത്തൊരു മാൾ തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ നമുക്ക് പോകേണ്ടതെന്ന്. അപ്പം ഇന്ന് ജസ്റ്റ് എന്തായാലും എല്ലാവരും ഫ്രീ ആയത് കാരണം ഞങ്ങൾ ജസ്റ്റ് പോകാൻ വിചാരിച്ചതാണ്. അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പം ചിറ്റയും അമ്മയും കൂടെ പറഞ്ഞു എന്നാൽ ഞങ്ങൾക്കൊരു ഫോട്ടോ എടുത്തായിരുന്നു. അപ്പോൾ അവരറിയാണ്ട് ഞാൻ എന്ത് ചെയ്തു, ഫോട്ടോ എടുക്കുന്നില്ല വീഡിയോ എടുത്താണ്. അപ്പോൾ ഇതാണ് കേട്ടോ തിയേറ്റർ. അപ്പോൾ ഞങ്ങൾ കാണാൻ പോയ മൂവി ഹൃദയമായിരുന്നു. അപ്പോൾ ഹൃദയം ഞങ്ങൾ ശരിക്കും ലോകയ്ക്ക് വേണ്ടി നോക്കിയതായിരുന്നു, പക്ഷേ ടിക്കറ്റ് കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, എന്നാൽ ശരി ഹൃദയമെങ്കിൽ ഹൃദയം പറഞ്ഞിട്ട് പോയതാണ്. അപ്പം നല്ല മൂവിയായിരുന്നു, കുഴപ്പമൊന്നുമില്ല, ഒരു ജസ്റ്റ് കണ്ടിരിക്കാൻ പറ്റിയ മൂവിയാണ്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഇൻ്റർവെൽ ടൈമിൽ ഐസ്ക്രീമൊക്കെ കഴിച്ചു. എനിക്ക് ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കൊക്കെ അങ്ങനെ ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ ഹൃദയപൂർവ്വം കണ്ടു തീർത്തിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഫുഡ് കഴിക്കാനല്ലോ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് പുറത്തിറങ്ങി. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പം അവിടെ ആണെങ്കിൽ കിഡ്സിന് പ്ലേ ഏരിയ ഉണ്ടായിരുന്നു. അപ്പം നല്ല അത്യാവശ്യം എല്ലാ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഇത് ഞാൻ ഓടിച്ചിട്ടില്ല കേട്ടോ, ഞങ്ങൾ പണ്ട് എന്തോ കുട്ടിക്കാലത്ത് ഓടിച്ചാൽ. പിന്നെ അതിന് ശേഷം ഇതാണ് അവരുടെ ഫുഡ് കോർട്ട്. അപ്പം ജസ്റ്റ് ഒരു മിനി മോൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അവിടെ തന്നെ എന്തുണ്ട്, മാക്സ് ഉണ്ട്, ട്രെൻഡ്സ് ഉണ്ട്, അങ്ങനെ നെസ്റ്റോ കഫേ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ മാലൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. ഞാനൊന്നും മേടിക്കുകയൊന്നും ചെയ്തില്ല, പക്ഷേ എനിക്ക് ക്ലിപ്സ് മേടിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പണ്ടേ ടെഡി ബിയേഴ്സും ടോയ്സൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ക്യൂട്ടായിട്ടുണ്ടല്ലേ? ഓക്കെ, ഇതിന് ശേഷം ഉണ്ടല്ലോ ഞങ്ങൾ ജസ്റ്റ് ഞാനും ചിറ്റയും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലൊരു സ്പേസ് ഉണ്ട്. അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെ എൻട്രി കണ്ടില്ല. പിന്നെയാണ് മനസ്സിലായത് ഫുഡ് കോർട്ടിൻ്റെ ഉള്ളിൽ കൂടെ എൻട്രി ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു നല്ല ഏരിയ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റ് എടുക്കണം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയിരിക്കണം എന്നൊക്കെ തോന്നും. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ നാട്ടിൻപുറത്തൊക്കെ വരുമ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ഥലം കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഇവിടെ പോയപ്പം അവിടെ നമുക്ക് ഫുൾ റെസ്റ്റ് എടുക്കാനോ കപ്പിൾസായിട്ട് പോകാനോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് പോകാനോ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ഫ്രീ ആയിട്ട് പോയി എൻജോയ് ചെയ്ത് കാമായി ഇരുന്ന് അതിന് നിറയെ സ്പേസ് അവിടെ കാണാനുണ്ട്. അപ്പം അവിടെ നമുക്കാണെങ്കിൽ അവിടെ പുറത്ത് പോകുന്ന കഴിഞ്ഞാൽ താഴത്തേക്കുള്ള വ്യൂ ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഞാനത് ഷൂട്ട് ചെയ്തത്. എനിക്കങ്ങനെ കുറേ ഷൂട്ട് ചെയ്യാറില്ല, ഞാൻ പഠിച്ച് വരുന്നേ ഉള്ളൂ, അതിൻ്റെ അപാകതകളുണ്ടാവും. പക്ഷേ ഇതാണ് കേട്ടോ ആ ഒരു സ്പേസ് ഏരിയ ഒക്കെ. ഇതിൻ്റെ പേര് ഈ കാണാൻ അതിൻ്റെ പേര് കേട്ടോ. പിന്നെ ചിറ്റയും ഇളയച്ചനൊക്കെ അവർ നല്ല ഹാപ്പി ആയിരുന്നു, കാരണം അവരെ ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. അവരാണ് പറഞ്ഞത് ഇങ്ങനെ സ്ഥലമുണ്ട് നമുക്ക് പോയാലോ പറഞ്ഞിട്ട് ഞങ്ങൾ പോയതാണ്. അപ്പോൾ ഈ ഒരു മാളിൽ ഇങ്ങനത്തെ ഒരു അപ്പർ സ്പേസ് കൊണ്ടുവരുന്ന നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ അതിന് ശേഷം ഇനി കുറച്ചിൻ്റെ ഷോ ഓഫാണ്, അതൊന്നും നിങ്ങൾ കാണുന്നൊന്നുമില്ല. പിന്നെ അതിന് ശേഷം അവിടെ എക്യോറിയം ഉണ്ടായിരുന്നു. അപ്പം നല്ല ഫിഷസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് ഈ കുഞ്ഞു മീനുകളെ ഭയങ്കര ഇഷ്ടമായിട്ട് കുറച്ച് നോക്കിയിരുന്നു. അങ്ങനെ ഒരു 3 ഫിഷ് ടാങ്ക്സ് ആയിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ വെറും എൻ്റെ പട്ടിഷോ മാത്രം, അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണമെന്നേ ഇല്ല ഗൈസ്. പിന്നെ എൻ്റെ സന്തോഷത്തോടെ ഞാൻ ആഡാക്കിയതാണ്. അതിനുശേഷം ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. ഞാൻ ഓർഡർ ചെയ്ത ലോഡർ ഫ്രൈസ് ആയിരുന്നു. അപ്പം ലോഡർ ഫ്രൈസ് ആണെങ്കിൽ മോമോ ലോഡർ ഫ്രൈസ്, ഞാൻ ഇതുവരെ മോമോ ലോഡർ ഫ്രൈസ് കഴിച്ചിട്ടില്ല. പിന്നെ എൻ്റെ ഇളയച്ചൻ്റെ ഇളയച്ചനും കീഴ്പ്പൊറാട്ട പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ കീഴ്പ്പൊറാട്ട ഇതുവരെ കഴിച്ചിട്ടില്ല, പക്ഷേ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായ. പിന്നെ എൻ്റെ അമ്മയും ചിറ്റയും കൂടെ മസാല ദോശ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ മൊമോസിലാണെങ്കിൽ നെഗറ്റ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ നെഗറ്റ്സ് തപ്പിക്കൊണ്ടിരിക്കുക, കാരണം ഈ മക്കൾക്ക് ആദ്യം കൊടുത്തപ്പോൾ അവർ നെഗറ്റ്സൊക്കെ കഴിച്ചു. ഞാനും ആദ്യം ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് വേറെ കാര്യം. പിന്നെ ഇതൊക്കെ ഈ വീടെടുക്കാൻ വേണ്ടിയുള്ള പട്ടിഷോ മാത്രം. പിന്നെ കീഴ്പ്പൊറാട്ട, എനിക്ക് അവിടുത്തെ കീഴ്പ്പൊറാട്ട നല്ല ഇഷ്ടമായി, വെർത്താണ്. ജസ്റ്റ് 100 റുപ്പീസേ. ഹൈപ്പർ മാർക്കറ്റ് കയറിയിട്ട് എന്നെ ഞെട്ടിച്ച സംഭവമുണ്ട്. 1,999 ഹെഡ്സെറ്റ് അവർ 149 വെച്ചത്. ഇതൊക്കെ തട്ടിപ്പല്ലേ, ഇതൊക്കെ റിയലായിട്ട് വർക്ക് ചെയ്യുമെന്ന് പോലും എനിക്കറിയില്ല, സോ ഞാൻ എടുത്തില്ല. പിന്നെ എനിക്ക് ചോക്ലേറ്റ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ എൻ്റെ കണ്ണ് എപ്പോഴും ചോക്ലേറ്റ് സെക്ഷനിലേക്ക് പോകും. അപ്പോൾ ഞാൻ ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ അവിടെ നിന്ന് നൈസായിട്ട് ഒരു കിക്കറ്റ് എടുത്ത് പോക്കറ്റിലിട്ടല്ല പേ ചെയ്ത് മേടിച്ചു. പിന്നെ അതിന് ശേഷം ജസ്റ്റ് ആ ഒരു ഏരിയൊക്കെ നോക്കി, നോർമൽ ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ തന്നെ ഉണ്ട്. പിന്നെ ഇവിടെ നെസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ആ കഴിഞ്ഞിട്ട് ഞാൻ പെർഫ്യൂംസ് നോക്കിയായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോണ വഴിക്ക് അവിടെ എന്ത് ചെയ്തു അറിയോ, മദ്രസയുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഈ മദ്രസ പ്രോഗ്രാമിന് ശരിക്കും ഇന്നലെ നിബന്ധനായിരുന്നല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നലത്തോടെ കഴിഞ്ഞൊന്നാ, പക്ഷേ അവിടെ ഇന്നും പ്രോഗ്രാംസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നേ. അതാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ എനിക്ക് ഫുള്ളായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് ഭാഗങ്ങൾ. പിന്നെ അതിന് ശേഷം ഞങ്ങൾ വീട്ടിൽ
വീട്ടിലെത്തി ഞങ്ങൾ ചുമ്മാ കുറച്ച് ഗെയിംസൊക്കെ കളിച്ചു. അപ്പോൾ അതിൽ ഈ ലെമൺ കഴിക്കുമ്പം ഞങ്ങൾ ഓരോരുത്തർ എക്സ്പ്രഷൻസ് ഇടുന്നുണ്ട്. പക്ഷേ അവിടെ എക്സ്പ്രഷൻ ഇടാത്തൊരു പുള്ളി കേട്ടോ. ആ പുള്ളി ഇതാ ഇപ്പോൾ വരും. പിന്നെ ഇതെൻ്റെ അമ്മയുടെ കുറച്ച് ആക്ടിങ് ആണ്, അത് സ്വാഭാവികം. എൻ്റെ അമ്മ പണ്ടേ ഒരു സകലകലാ വല്ലഭിയാണല്ലോ. അമ്മയുടെ കഴിവാണ് എനിക്ക് ഇങ്ങോട്ടിരിക്കുന്നത് ഗൈസ്. ഈ പുള്ളി ഒരു എക്സ്പ്രഷനും ഇല്ലാണ്ട് നൈസായിട്ട് എന്ത് ചെയ്തു അറിയോ, ആ ലെമൺ മൊത്തം കഴിച്ചു തീർത്തു. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ബൈ.